മുർഷിദാബാദിലെ കലാപത്തിനു പിന്നിൽ ബംഗ്ലാദേശിലെ അൻസാർ ഉൽ ബംഗ്ല ടീം എന്ന തീവ്രവാദ സംഘടനയെന്ന് രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട്. ബംഗ്ലാദേശിലെ അൻസാർ ഉൽ ബംഗ്ല ടീമിനെ പശ്ചിമ ബംഗാളിൽ അഴിഞ്ഞാടാൻ അനുവദിക്കുന്ന മമതാ സർക്കാരിനെതിരെ ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ വിമർശനം ശക്തമാവുകയാണ്. അൻസാർ ഉൽ ബംഗ്ല എന്നത് തീവ്രവാദ സ്വഭാവമുള്ള ഒരു സംഘടനയാണ്. ഈ സംഘടനയുടെ സ്ലീപ്പർ സെല്ലുകൾ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപമാണ് പ്രവർത്തിക്കുന്നത്. ഇവർ പശ്ചിമ ബംഗാളിൽ കലാപം നടത്താൻ രാമനവമി ദിവസം മുതൽ കാത്തിരിക്കുകയാണ് എന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകുന്ന വിവരങ്ങൾ. അതിനുള്ള അവസരം വഖഫ് ഭേദഗതി നിയമം വന്നപ്പോൾ അവർ മുതലെടുത്തു. രാമനവമി ദിനത്തിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നതായും കർശനമായ സുരക്ഷ കാരണം അത് നടന്നില്ല എന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് പുതിയ വഖഫ് നിയമം വന്ന ഉടനെ അവർ അതിനെ ആക്രമണം പ്രചരിപ്പിക്കാനുള്ള അവസരമാക്കി മാറ്റി. ഈ ആക്രമണത്തിന് വിദേശത്ത് നിന്ന് പണം അയച്ചതായും ജനക്കൂട്ടത്തെ സംഘടിപ്പിക്കുന്നതിനും സോഷ്യൽ മീഡിയയിൽ പ്രകോപനപരമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും പ്രാദേശിക സംഘടനകൾ സൃഷ്ടിക്കുന്നതിനും ഇത് ഉപയോഗിച്ചതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. മുർഷിദാബാദിന് പുറമെ നാദിയ, മാൾഡ, നോർത്ത് 24 പർഗാനാസ്, കുച്ച് ബിഹാർ തുടങ്ങിയ അതിർത്തി ജില്ലകളിലും ഇതുപോലുള്ള ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കാം എന്നും അന്വേഷണ ഏജൻസികൾ സംശയിക്കുകയാണ്. അതിനാൽ ഈ പ്രദേശങ്ങളിൽ പോലീസിനും രഹസ്യാന്വേഷണ ഏജൻസികൾക്കും കർശനമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അൻസാർ ഉൽ ബംഗ്ലയുടെ പ്രവർത്തനങ്ങൾ പശ്ചിമ ബംഗാളിൽ മാത്രമല്ല രാജ്യത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും സജീവമാകുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെയും വന്നിരുന്നു. ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അസം, ജാർഖണ്ഡ് മുതലായ സംസ്ഥാനങ്ങൾ പലപ്പോഴും ഈ സംഘടനയെ നിരീക്ഷ വിധേയമാക്കിയിരുന്നു. ഇന്ത്യയിൽ അൽ ഖ്വയ്ദയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ ബംഗ്ലാദേശ് സംഘടന അൻസാർ ഉൽ ബംഗ്ല ഇന്ത്യയിൽ അൽ ഖ്വയ്ദയുടെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പദ്ധതിയിട്ടിരുന്നു. ഭീകരർ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നു. ഇതിനായി ബംഗ്ലാദേശ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിരോധിത സംഘടനയായ അൻസാറുള്ള ബംഗ്ലയുടെ സഹായവും അൽ ഖ്വയ്ദ സ്ലീപ്പർ സെല്ലുകൾ രാജ്യത്ത് സജീവമാകുന്നതിനിടയിൽ തേടിയിരുന്നു. അസമിൽ പിടിയിലായവരിൽ നിന്നാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭിച്ചിരുന്നത്. ബംഗ്ലാദേശ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിരോധിത സംഘടനയാണ് അൻസാർ ഉൽ ബംഗ്ല. ഇന്ത്യയിൽ അൽ ഖ്വയ്ദയുടെ പ്രവർത്തനങ്ങൾ ഇവരാണ് നിയന്ത്രിക്കുന്നത്. അടുത്തിടെ അസമിൽ നിന്ന് ചില ഭീകരർ പിടിയിലായിരുന്നു. അൽ ഖ്വയ്ദ മേധാവി ഐമൻ അൽ സവാഖിലൂടെ ഒരു പഴയ വീഡിയോയിൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ജിഹാദ് ചെയ്യാൻ യാത്രയാകൂ എന്ന ഒരു നിർദ്ദേശവും നൽകിയിരുന്നു. ഇതനുസരിച്ച് അസമായിരുന്നു ജിഹാദികൾ അന്ന് ലക്ഷ്യമിട്ടത്. വളരെ ആശങ്കപ്പെടുത്തുന്ന വിവരമാണിത് എന്ന് അസം പോലീസ് സേന ചൂണ്ടിക്കാട്ടിയിരുന്നു. നിരവധി മൊബൈൽ ഫോണുകളും ടാബ്ലറ്റുകളും ലാപ്ടോപ്പുകളും ഇവരിൽ നിന്ന് പല അവസരങ്ങളിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. ആഗോള ഭീകര സംഘടനകളുമായുള്ള ഇവരുടെ ബന്ധം വെളിവാക്കുന്ന രേഖകളും കണ്ടെത്തിയിരുന്നു. മാസങ്ങൾ നീണ്ട ഇന്റലിജൻസ് ഓപ്പറേഷനിലൂടെയായിരുന്നു അൽ ഖ്വയ്ദ സംഘത്തെയും കണ്ടെത്തിയത്. സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ കണ്ടെത്തിയതിനു ശേഷമാണ് ഇവരുടെ അറസ്റ്റിലേക്ക് തിരിഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായവരെയും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെയുമാണ് ഇത്തരത്തിലുള്ള ഭീകര സംഘടനകൾ റിക്രൂട്ട് ചെയ്തത്. അൻസാറുള്ള ബംഗ്ലാദേശും ഹർക്കത്തുൽ മുജാഹിദിനും ജമാ അത്തുൽ മുജാഹിദീൻ ബംഗ്ലാദേശുമാണ് പ്രധാനമായും അൽ ഖ്വയ്ദയുമായും IS-ഉമായി ബന്ധം പുലർത്തുന്ന തീവ്രവാദ സംഘടനകൾ. ബംഗ്ലാദേശിൽ മതേതര വ്ലോഗർമാരെ കൊലപ്പെടുത്തിയതിനു പിന്നിലും ഈ സംഘടനകളായിരുന്നു. ഒരു ബംഗ്ലാദേശ് പൗരൻ ഇന്ത്യയിൽ എത്തിയാണ് അന്ന് റിക്രൂട്ട്മെന്റിന് ചുക്കാൻ പിടിച്ചത്. അൻസാറുകൾ എന്ന് വിളിക്കുന്ന സ്ലീപ്പർ സെല്ലുകളുമായി പ്രവർത്തിക്കാനായിരുന്നു ആ റിക്രൂട്ട്മെന്റ്. അൽ ഖ്വയ്ദയ്ക്ക് ഇന്ത്യയിൽ ശക്തമായ ഒരു കേന്ദ്രം സ്ഥാപിക്കുക എന്നതായിരുന്നു ലക്ഷ്യമിട്ടത്. ബാംഗ്ലൂരിൽ ഫുഡ് ഡെലിവറി ബോയായി പ്രവർത്തിച്ചിരുന്ന അസം സ്വദേശി അക്തർ ഹുസൈൻ ലഷ്കർ പിടിയിലായതോടെയാണ് ഈ സംഘം ദക്ഷിണേന്ത്യയിലും സ്ലീപ്പർ സെല്ലുകൾ ആരംഭിച്ചു എന്ന വിവരങ്ങൾ ലഭിച്ചത്. തമിഴ്നാട്ടിലെ സേലത്തു നിന്നും ഒരാൾ പിടിയിലായിരുന്നു. ലഷ്കറിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ചായിരുന്നു അറസ്റ്റ്. ബംഗ്ലാദേശി സംഘടന അൻസാർ ഉൽ ബംഗ്ല ഇന്ത്യയിലെ ഹിന്ദു യുവാക്കളെ സ്വാധീനിക്കുന്നുവെന്ന റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നിരുന്നു. ബംഗ്ലാദേശിലെ ജിഹാദി സംഘടന അൻസാർ ഉൽ ബംഗ്ലയുടെ ഏറ്റവും വലിയ മറ്റൊരു തന്ത്രം ഹിന്ദു പെൺകുട്ടികളെ പ്രണയം നടിച്ചു വലയിൽ വീഴ്ത്തുക എന്നതാണ്. ഈ തന്ത്രം യുവാക്കളെ വശീകരിക്കുന്നു എന്നും റിപ്പോർട്ടുണ്ട്. പ്രണയത്തിന് വഴങ്ങാത്ത ഒരു പെൺകുട്ടിയെ കൊല ചെയ്ത മറ്റൊരു യുവാവിനെ കൊലപാതകത്തിൽ സഹായിച്ച രണ്ടാം പ്രതി നഈം അൻസാരി ബംഗ്ലാദേശിലെ ജിഹാദി സംഘടനയായ അൻസാർ ഉൽ ബംഗ്ലയുടെ ആരാധകനും ആയിരുന്നു. എന്തായാലും ഇത്തരത്തിൽ വളരെ തീവ്രമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന അൻസാർ ഉൽ ബംഗ്ലയാണ് മുർഷിദാബാദ് കലാപത്തിന് പിന്നിൽ എന്ന രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ രാജ്യത്താകമാനം നിരീക്ഷണം ശക്തമാക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ വഖഫ് നിയമത്തിനെതിരെ അടുത്തിടെ നടന്ന പ്രതിഷേധത്തിനിടെ നടന്ന ആക്രമണങ്ങളെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പങ്കുവച്ചിട്ടുണ്ട്. രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകുന്ന പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി ഇന്ത്യയിലേക്ക് കടന്ന ആളുകളും ഈ ആക്രമണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട്. ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റക്കാർ കാരണം മുർഷിദാബാദ് ജില്ലയിലെ ഒട്ടനവധി കുടുംബങ്ങൾക്ക് ഭയമുണ്ടെന്നും അവർ പലായനം ചെയ്യേണ്ടി വന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. അനധികൃതമായി പ്രവേശിച്ച ഈ ആളുകളെക്കുറിച്ച് ശരിയായ അന്വേഷണം കൃത്യസമയത്ത് നടക്കാത്തതിനാൽ തദ്ദേശ ഭരണകൂടത്തിന്റെ അശ്രദ്ധയും ഇതിന് കാരണമായി ആരോപിക്കപ്പെടുകയാണ്. ഈ സാഹചര്യങ്ങളെ തുടർന്ന് അക്രമബാധിത പ്രദേശങ്ങളിൽ കേന്ദ്ര അർദ്ധ സൈനിക വിഭാഗങ്ങളെയും വിന്യസിച്ചിരുന്നു. ബംഗാളിലെ സ്ഥിതിഗതികൾ കേന്ദ്ര സർക്കാർ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ സമയാസമയങ്ങളിൽ ഇന്റലിജൻസ് റിപ്പോർട്ടുകളും തേടുന്നുണ്ട്. സംസ്ഥാന സർക്കാരുമായും ബന്ധം പുലർത്തുന്നു. അതേസമയം ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ തടയാൻ മമതാ ബാനർജി സർക്കാർ ഒരു ശക്തമായ നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും കുറ്റപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.